അപ്പോൾ ഈ ആശമാരുടെ ഈ സമരം അത് ഐതിഹാസിക സമരം എന്നല്ലേ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്? കേരളത്തിന്റെ സമര ചരിത്രത്തിൽ പ്രത്യേക ഏടായി ഇത് ചേർക്കപ്പെടേണ്ടതല്ലേ? പരിശോധിക്കാം. എന്നോടൊപ്പം ജിബിൻ ജേബിയും ചേരുന്നുണ്ട്, അശ്വയുത്ത് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ജിബിൻ, പലപ്പോഴായി 265 ദിവസം എന്ന് പറയുമ്പോൾ എത്രയോ ദിവസങ്ങൾ പോയി, എത്രയോ ബൈറ്റുകൾ ജിബിനടക്കം ഈ സമര ഭൂമികയിൽ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു പെർ ഡേ എത്ര 33 മാത്രമേ ആകുന്നുള്ളൂ. ഒരു 1000 രൂപ എന്ന് പറയുമ്പോൾ 33 മാത്രമേ ആകുന്നുള്ളൂ. അത് മതി, അത് മാത്രം മതിയായിരുന്നു. ആദ്യം അതിൽ നിന്ന് തുടങ്ങാം. പ്രജീഷ്, 1 രൂപയാണെങ്കിൽ പോലും അവർക്ക് കൂട്ടി കിട്ടുക എന്ന് പറയുന്നത് അത് ഈ വനിതകളുടെ ഒരു സമര വിജയം തന്നെയാണ്. കാരണം കഴിഞ്ഞ 265 ദിവസമായി ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ രാവും പകലും, പ്രത്യേകിച്ച് ഈ സമരം തുടങ്ങിയ കാലഘട്ടമൊക്കെ നമ്മൾ ഓർക്കണം. ഫെബ്രുവരി 10-ാം തീയതിയാണ്. ആ സമയം വലിയ മഴയുള്ള സമയമായിരുന്നു. രാത്രിയും പകലും ഒക്കെ ഇവർ ഈ മഴയത്താണ് സമരം ചെയ്തത്. ആദ്യഘട്ടത്തിൽ അവർ ഒരു ടാർപോളിന് അവിടെ കിട്ടിയപ്പോൾ പോലും പോലീസ് അത് വന്ന് അർദ്ധരാത്രി പുലർച്ചെ 3 മണിക്ക് അത് അഴിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതിനെയൊക്കെയാണ് പോരാടി വിജയിച്ചുകൊണ്ട് അവർ ഈ 1000 രൂപയെങ്കിലും ഇപ്പോൾ നേടിയെടുത്തിരിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ 1 രൂപ പോലും കൂട്ടില്ല എന്ന സമീപനം എടുത്ത ഒരു സർക്കാരിനെ കൊണ്ടാണ് അവസാനം അവർ 1000 രൂപ കൂട്ടി വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം ആശമാരുടെ ഒരു കാര്യം ഞാൻ ജീവൻ ചോദിച്ചൂടെ, പലരും വിചാരിച്ചു, കാരണം ഈ ഒരു സമരം ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് പലരും പോലും കേരളത്തിന്റെ ഈ നമ്മളൊക്കെ ഇപ്പോൾ അതുവഴിയൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഇവരുടെ സമരപ്പന്തലൊക്കെ കാണാറുണ്ട്. പലരും ഒരു മറന്നു. ഇവരൊക്കെ കുറച്ച് ദിവസമൊക്കെ ഈ സെക്രട്ടറിയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ചൂടും വെയിലും മഴയൊക്കെ കൊള്ളുമ്പോൾ അങ്ങ് തിരിഞ്ഞങ്ങ് പൊയ്ക്കോളുമെന്ന് ചിന്തിച്ചവർക്ക് പറ്റിയ കൃത്യമായൊരു മറുപടി. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഏറ്റവും സമരങ്ങളിൽ എഴുതപ്പെടേണ്ട ഒരു ഏടായത് മാറുമല്ലേ? മാറേണ്ടതല്ലേ? അത് മാറും തീർച്ചയായിട്ടും. നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമാനമായി പല ഐതിഹാസിക സമരവും, കൈപ്പള്ളി തുടക്കത്തിൽ ഉപയോഗിച്ച വാക്ക് തന്നെ ഉപയോഗിക്കാം, അതുപോലുള്ള സമരങ്ങൾ പലത് കണ്ടിട്ടുണ്ട്. ഈ സമീപകാലത്ത് ഇത്രയേറെ ഫലപ്രദമായ അല്ലെങ്കിൽ ഇത്രയേറെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി സമരം ചെയ്തത് ആശാവർക്കർമാർ തന്നെയാണ്. അതിനുള്ള ഒരു കാര്യം, അതായത് ഇവര് ഏകദേശം എത്ര പേര് വരും ഈ സമരത്തിൽ ഉണ്ടായിരുന്ന? ആദ്യം ഉണ്ടായിരുന്ന ഒരു പങ്കാളിത്തം പിന്നീട് ഇല്ല എന്നുള്ളത്. പക്ഷേ അശ്വത്ത്, നമുക്കറിയാവുന്ന പല ഇടതുപക്ഷ മനസ്സുള്ള അല്ലെങ്കിൽ CPM-ന്റെ ആശാപ്രവർത്തകർ, CPM നിലപാട്, അവർക്ക് പോലും മാനസികമായി ഇവരോട് ഐക്യപ്പെട്ടതാണ്. അവർക്ക് പുറമേ ഇറങ്ങാൻ കഴിയില്ല. കാരണം എന്താ, തിട്ടൂരം നിൽക്കുകയാണ്. CATU-ന്റെ അടക്കമുള്ള തിട്ടൂരം അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ മനസ്സുകൊണ്ട് അവരെല്ലാം ഈ പാവപ്പെട്ട ഈ നമ്മുടെ സഹോദരിമാർക്കൊപ്പം. തീർച്ചയായിട്ടും നമ്മൾ ഈ അത് വളരെ പ്ലെയിനായി നോക്കിയാൽ തന്നെ, അല്ലെങ്കിൽ പ്രകടമായി നോക്കിയാൽ തന്നെ, ആശാ വർക്കർമാർ എടുക്കുന്ന ജോലിക്ക് അവർക്ക് വേതനം കിട്ടുന്നില്ല എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അവർ എടുക്കുന്ന ജോലിക്ക് അർഹമായൊരു വരുമാനം അത് കിട്ടേണ്ടത് അവകാശം തന്നെയാണ്. അല്ലാതെ അത് ഈ നിരന്തരം സർക്കാർ പറയുന്ന പോലെ കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ്, കേരളത്തിൻ്റെ ഫണ്ടാണ്, അവിടെ കൂട്ടട്ടെ ഇവിടെ കൂട്ടട്ടെ എന്നിട്ട് നമ്മൾ കൂട്ടാം, ഓണറേറിയമാണ്, ഗ്രാൻഡാണ്, ഇത്തരം കണക്കുകളൊക്കെ വിടുക. നമ്മൾ ഓരോ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നതെന്ന് ജനങ്ങൾ കാണുന്നത്. ഞാൻ അവിടെയാണ് ഒരു പൊളിറ്റിക്കലി ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ 1000 രൂപയെങ്കിലും കൂട്ടിയേണ്ട കാര്യം എന്തായിരിക്കാം? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഓരോ വീടുകളിലും വളരെ സമീപനമുള്ള അല്ലെങ്കിൽ സാമീപ്യമുള്ള ആളുകളാണ് ഈ ഓരോ ആശാവർക്കർമാരും. ഈ സമരത്തിന് ഇറങ്ങിയവർ മാത്രമല്ല, അവരോട് ഐക്യപ്പെടുന്ന വലിയൊരു നിരയുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു താഴെത്തട്ടിലുള്ള ഒരു ജനവിധിയാണ് രൂപപ്പെടാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായും അത് സർക്കാരിന് അറിയാമായിരുന്നില്ല ജിബിൻ, കാരണം ഇവരെ സ്പർശിക്കാതെ പോകാൻ കഴിയില്ല എന്ന്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നതാണ്, ഇലക്ഷന് വേണ്ടി അല്ലെങ്കിൽ വോട്ട് തേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മത്സരിക്കുന്നത് പോലും പല സ്ഥലങ്ങളിലും ആശാവർക്കർമാരൊക്കെ മത്സരിക്കുന്നു. കാരണം ഗ്രാമീണ മേഖലയിലും മലയോര മേഖലയിലൊക്കെ ഓരോ വീടും കയറി ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് ഈ ആശാ വർക്കർമാർ. കാരണം അവിടെ ഒരു ആളുടെ ഒരു കുട്ടിയുടെ ജനന സമയത്തായിരുന്നാലും പിന്നീട് പോളിയോയുടെ കാര്യത്തിന് അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ വീട്ടിലും കയറി എല്ലാവരെയും പരിചയമുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത് ആശാ വർക്കർമാർ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാന ഒരു റോൾ ഉണ്ട് എന്നുള്ള കാര്യം സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ അതാണ് ഈഗോ. ഞാൻ നോക്കൂ അശ്വത്, എത്രയോ ജനകീയ സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഒരുപാട് നടന്നിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമരത്തിനിറങ്ങിയാലും സമ്മതിച്ചു കൊടുക്കില്ല. അത് ഈഗോയാണ്. അത് ശരിക്കും അത് ഓരോ നമ്മൾ ഹർഷിനെയൊക്കെ നടത്തുന്ന സമരങ്ങൾക്ക് ഇറങ്ങിയാലും അന്നേരമൊക്കെയുള്ള പ്രതികരണങ്ങൾ. അപ്പോൾ ഇതൊരു പുതിയ കാര്യം, നമുക്ക് അത്ഭുതം തോന്നില്ല. പക്ഷേ ഒരു താഴെത്തട്ടിലുള്ള ആളുകൾ ഇറങ്ങുന്ന നടത്തുന്ന സമരങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനത്തിൽ സർക്കാർ ഈ അവസരത്തിലെങ്കിലും, അതായത് ഈ വർദ്ധിപ്പിച്ച അവസരത്തിലെങ്കിലും സർക്കാർ ആ തരത്തിലൊരു സമീപനം സ്വീകരിക്കണമായിരുന്നു. അതായത് ഈ സമരം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആവശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തിയ അവരുടെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ 1000 രൂപയാണെങ്കിൽ പോലും അത് കൂട്ടാൻ തയ്യാറായത് എന്ന്
ഒരു എന്താ പറയുക, ഒരു സമരസപ്പെടുന്ന ഒരു കൃത്യമായ ഒരു വാക്കുകൾ പറഞ്ഞത് അവസാനിപ്പിക്കുന്നതായിരുന്നു മന്ത്രിക്ക് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇതിൽ നമ്മൾ ഒരിക്കലും സംസ്ഥാനത്തെ മാത്രം ഇതിന്റെ ഉത്തരവാദിത്തപ്പെടുത്താൻ പറ്റില്ല. കേന്ദ്രത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. കേന്ദ്രത്തിന്റെ മന്ത്രിയായിരുന്ന സുരേഷ് ഗോപി അവിടെ വന്ന് ഷോ കാട്ടി സുരേഷ് ഗോപി പോയി കൈയൊഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും നാൾ അവരവിടെ കിടക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു പ്രായോഗികമായ സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. രണ്ട് സർക്കാരുകാർക്കും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ജിബിൻ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ആശമാരുടെ സമരം എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള രാപ്പകൽ സമരം മാത്രമാണ് നിലവിൽ അവർ അവസാനിപ്പിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രാദേശിക ഘട്ടങ്ങളിൽ ജില്ലാ തലങ്ങളിൽ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇന്നത്തെ പ്രസ് മീറ്റിൽ അവർ പറഞ്ഞ കാര്യമുണ്ട്, നിലവിൽ 1000 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതൊരു ചെറിയ തുകയാണ്, എന്നാൽ പോലും അത് ഞങ്ങളുടെ സമര വിജയമാണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ വിരമിക്കൽ ആനുകൂല്യം കൂട്ടുന്നതിനും 21,000 രൂപ ഓണറേറിയമായി വർദ്ധിപ്പിക്കണം എന്നുള്ള ഈ ആവശ്യങ്ങൾ പരിഗണിച്ച് സമരം തുടരും എന്നുള്ള, അതായത് പ്രാദേശിക ഘട്ടങ്ങളിൽ ജില്ലാ തലങ്ങളിൽ ഈ ഒരു സമരം ആശമാർ ഇനിയും തുടരും. അത് വളരെ ന്യായമായ ആവശ്യങ്ങൾ ആണ് എന്ന് സർക്കാരിന് ബോധ്യമുണ്ട്, പൊതുജനങ്ങൾക്കും ബോധ്യമുണ്ട്. അതാണ്